സാഹിത്യരചനകളിൽ പ്രത്യക്ഷപ്പെടുന്ന പേരുകൾ തങ്ങളെ ലക്ഷ്യമാക്കിയാണെന്ന ബോധം അല്ലെങ്കിൽ ധാരണ CPM എന്ന പാർട്ടിക്ക് പണ്ടേയുണ്ട്. എഴുത്തുകാരുടെയും ചിന്തകരുടെയും സ്വതന്ത്ര ചിന്തകളെ അടിച്ചമർത്താനും സർഗാത്മകതയെ സ്വന്തം രാഷ്ട്രീയ തിട്ടൂരങ്ങൾക്ക് കീഴിൽ നിർബന്ധപൂർവ്വം നിർത്തിക്കാനും ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ മനോഭാവത്തിന്റെ തെളിവുകൾ കേരള ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. 28 വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്ത കവി ചെമ്മനം ചാക്കോയോട് പാർട്ടി കാണിച്ച അസഹിഷ്ണുതയുടെ ചരിത്രം പരിശോധിച്ചാൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മിഥ്യാബോധം മാറി യാഥാർത്ഥ്യത്തിലേക്ക് ഒരിഞ്ച് പോലും ഇനിയും പാർട്ടിയും അണികളും മുന്നോട്ട് പോയിട്ടില്ലെന്ന് വ്യക്തമാകും. ദേശാഭിമാനി ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദം പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ കടുത്ത സഹിഷ്ണുതയില്ലായ്മയുടെ തെളിവാണ്. സമുന്നതനായ നേതാവ് VS അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പ് അടങ്ങിയ ദേശാഭിമാനി ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പ് വിതരണം ചെയ്യാത്തതാണ് CPMലെ പുതിയ വിവാദം. വാരാന്ത പതിപ്പ് അച്ചടിച്ച ശേഷമാണ് വിതരണത്തിന് അയക്കേണ്ടത് തീരുമാനിച്ചതെന്നാണ് പുറത്തുവന്ന വിവരം. സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് മുൻ പേജിൽ ദേശാഭിമാനി അറിയിപ്പ് നൽകി. VSന്റെ 1ാം ചരമവാർഷികത്തിന് മുൻപുള്ള അവസാന ഞായറാഴ്ച ദിവസം പുറത്തുവരുന്ന പതിപ്പിൽ കവർ സ്റ്റോറി VSന്റെ സമരജീവിതം ആലേഖനം ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. അതേസമയം കള്ളൻ വിജയൻ എന്ന പേരിലുള്ള നാടകത്തെ പറ്റിയുള്ള ലേഖനം ഇതേ പതിപ്പിൽ ഉൾപ്പെട്ടതാണ് അവസാന നിമിഷം വാരാന്ത പതിപ്പ് പിൻവലിച്ചതിന് കാരണമെന്നും പറയുന്നത്. ഇത്തരം മിഥ്യാബോധം പാർട്ടിക്ക് പുതിയൊരു അനുഭവമല്ലെന്ന് 1998 നടന്ന സംഭവം വ്യക്തമാക്കുകയാണ്. അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന പ്രശസ്ത കവി ചെമ്മനം ചാക്കോയ്ക്കുണ്ടായ അനുഭവം ദുഃഖകരവും ഒപ്പം അങ്ങേയറ്റം അപലപനീയവുമായിരുന്നു. കണ്ണൂരിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാരൂർ നീലകണ്ഠപിള്ളയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഒരു കവി സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അക്കാലത്ത് സാഹിത്യവുമായി നേരിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതിരുന്ന കണ്ണൂരിലെ മുതിർന്ന CPM പ്രവർത്തകനായ പൂച്ചാലി ഗോപാലനായിരുന്നു സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ. കോട്ടയത്തെ SPCS തകർച്ചയിലായപ്പോൾ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഗോപാലൻ ഈ ചുമതലയിലെത്തിയത്. കണ്ണൂരിൽ നടക്കുന്ന കവി സമ്മേളനത്തിലേക്ക് ഗോപാലൻ ചെമ്മനം ചാക്കോയെ പ്രത്യേകം ക്ഷണിക്കുകയും കാരൂർ നീലകണ്ഠപിള്ളയോടുള്ള ആദരവ് കാരണം ചെമ്മനം സന്തോഷത്തോടെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കും മടക്കയാത്രയ്ക്കുമുള്ള ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയും പരിപാടിക്കായി പ്രത്യേകമായ ഒരു പുതിയ കവിത തന്നെ അദ്ദേഹം എഴുതുകയും ചെയ്തു. എന്നാൽ കവി സമ്മേളനത്തിന് തൊട്ടു മുൻപ് ഗോപാലൻ കവിയെ ഫോണിൽ വിളിച്ച് പരിപാടി മാറ്റിവെക്കുകയാണെന്നും അതിനാൽ കണ്ണൂരിലേക്ക് വരേണ്ടതില്ലെന്നും അറിയിച്ചു. പണം നഷ്ടപ്പെട്ടാലും ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കാൻ നിർദ്ദേശിച്ച ഗോപാലന്റെ വാക്കുകളിൽ വ്യക്തമായ പരുങ്ങലും പന്തികേടും കവി തിരിച്ചറിഞ്ഞിരുന്നു. പിന്നീട് കാസർഗോഡ് നടന്ന മറ്റൊരു കവി സമ്മേളനത്തിന് എത്തിയപ്പോഴാണ് പാർട്ടി തന്നെ ഒഴിവാക്കിയതിന്റെ യഥാർത്ഥ കാരണം ചെമ്മനം ചാക്കോയ്ക്ക് മനസ്സിലാക്കിയത്. 1998 സെപ്റ്റംബർ 18 മലയാളം വാരികയിൽ ചെമ്മനം ചാക്കോ എഴുതിയ അരമന രഹസ്യം എന്ന കവിതയായിരുന്നു പാർട്ടിയെ ചൊടിപ്പിച്ചത്. തൃശൂരിലെ കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന CPM ഉപജാപങ്ങളെയും അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകളെയും വിമർശിച്ചുകൊണ്ട് എഴുതിയ കവിതയായിരുന്നു അത്. എന്നാൽ അക്കാലത്ത് അന്തരിച്ച CPM സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദനെ കവിതയിലൂടെ കവി അവഹേളിച്ചു എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് പാർട്ടി അണികളും നേതാക്കളും കവിക്കെതിരെ തിരിയുകയായിരുന്നു. കവിതയിലെ വരികളെയും ആശയങ്ങളെയും സ്വന്തം മുൻവിധികളിലൂടെ അളന്ന് സ്വതന്ത്ര ചിന്താഗതിയുള്ള കലാകാരന്മാരെ വേട്ടയാടുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന CPMന്റെ ഈ സങ്കുചിത മനോഭാവം പണ്ടേയുള്ളതായിരുന്നു. സർഗാത്മക സ്വാതന്ത്ര്യത്തെ എന്നും ഭയക്കുന്ന സാഹിത്യാവിഷ്കാരങ്ങളിൽ സ്വന്തം പരാജയങ്ങൾ നിഴലിക്കുന്നുണ്ടോ എന്ന് ഭയന്ന് നിഴലിനോട് പോലും പടവെട്ടുന്ന പാർട്ടിയാണ് CPM എന്ന് ചരിത്രം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ചെമ്മനം ചാക്കോയോട് കാണിച്ച അതേ രാഷ്ട്രീയ ഭീരുത്വവും സഹിഷ്ണുതയില്ലായ്മയും തന്നെയാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം സ്വന്തം പത്രത്തിന്റെ വാരാന്ത പതിപ്പ് തടഞ്ഞുവെക്കുന്നതിലൂടെയും CPM വീണ്ടും പ്രകടിപ്പിച്ചിട്ടുള്ളത്.